ഹേ മനുഷ്യ, നമ്മുടെ മക്കളെല്ലാരും കൂടി ഇല്ലേ ടൂറ് പോകാൻ പ്ലാൻ ഇട്ടുക്കണു. എന്ത് ടൂർ പോകാനോ? എവിടേക്ക്? അല്ല, ആരുടെ ഭാഗത്തുനിന്നാ ഈ ടൂറിന്റെ പ്ലാനൊക്കെ വന്നേ? നിങ്ങളുടെ മക്കള് തന്നെ. നിങ്ങളുടെ മക്കള് കുഞ്ഞാമ്മയുടെ വീട്ടില് പെരുന്നാളിന് സൽക്കാരത്തിന് പോയിരുന്നില്ലേ? അവിടുന്ന് ഒപ്പിച്ച പണിയാ. അവരെല്ലാരും പാടെ ചേർന്നിട്ട് നല്ലൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. എല്ലാവരും പോരണമെന്നാ പറയുന്നത്. ഓ, അങ്ങനെയാണോ? എങ്കിൽ നമുക്കും പോവാം. ടൂർ മാത്രം പോയാ പോരാ, കയ്യിൽ കാശും വേണ്ടേ? ഒരുപാട് ചെലവ് വേണ്ടി വരും, വണ്ടിക്കും ഭക്ഷണത്തിനും ഒക്കെ. അതൊക്കെ ഒപ്പിക്കാന്നേ, നീ പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അപ്പൊ ടൂറിന് റെഡിയാവാല്ലേ? നീ റെഡിയാവടി, നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് വരാം. മക്കളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ എന്താ കാര്യം? കാര്യം എന്താ? നിങ്ങൾ ടൂർ പോണെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന് അച്ഛൻ സമ്മതിച്ചു. എന്ത്, അച്ഛൻ സമ്മതിച്ചെന്നോ? അപ്പൊ അച്ഛൻ്റെ അടുത്ത് ടൂർ പോകാനുള്ള കാശൊക്കെ ഉണ്ടോ? അതൊക്കെ അച്ഛൻ ഒപ്പിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ഏതായാലും വേഗം റെഡി ആയിക്കോളി. ഇത് കളിക്കോഹോ, ഇവിടെ നല്ല ടൂറിന്റെ പ്ലാനിങ്ങിലാണല്ലേ. നമ്മൾ നല്ല സമയത്ത് തന്നെ വന്നതല്ലേ കിട്ടൂ. അതെ, നിങ്ങൾ നല്ല സമയത്ത് തന്നെ വന്നത്. ഇവിടെ മൂത്തവർ സംസാരിക്കുമ്പോ നിങ്ങൾ ഇളവർ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? ഓ, ചേച്ചി ഇത്തരം മൂത്തത്, ചേച്ചി ഇളയത് തന്നെയാ. ആരും വയക്കടിക്കണ്ട. ഈ വീട്ടിൽ മൂത്ത സന്തതി ഞാനാണ്. എന്നെ കഴിഞ്ഞിട്ടേ നിങ്ങളൊക്കെ ഉള്ളൂ. കിട്ടും എങ്ങനെ വയക്കിടാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഇങ്ങോട്ട്? അമ്മ, ഞങ്ങൾ വയക്കിടാൻ വന്നതല്ല. ടൂറ് ടൂറ് എന്ന് പറയുന്നത് കേട്ടപ്പോ വന്നു പോയതാ. എന്താണെങ്കിലും എല്ലാവരും കൂടി അറിയാൻ വേണ്ടി പറയാണ്. നമ്മൾ ഇന്ന് ടൂർ പോകും. ഒരുപാട് കാലമായില്ലേ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. നമുക്ക് നല്ലോണം അടിച്ചു പൊളിച്ച് വരാം. അച്ഛനും അതാ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പാക്ക് ചെയ്ത് വെച്ചോളി. പിന്നെ അതില്ല ഇതില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കിട്ടൂനും കിങ്ങിണിക്കുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചോളാം. ദേവൂട്ടിയുടെയും മീനുട്ടിയുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പാക്ക് ചെയ്ത് വെച്ചോ. ഞാൻ ട്രോളി കൊടുന്ന് തരാം. ശരി അമ്മേ, ഞങ്ങൾ പാക്ക് ചെയ്ത കിട്ടു കിങ്ങിണി, നിങ്ങളോട് രണ്ടാളും പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ടൂർ പോണത് നല്ലോണം എൻജോയ് ചെയ്യാനാണ്. നിങ്ങൾ രണ്ടുപേരും അത് കൊളാക്കരുത്. കൊളാക്കാനോ? ഞങ്ങൾ എങ്ങനെ അത് കൊളാക്കുക? ഒരു യാത്ര പോവാണ്, അതുകൊണ്ട് ഛർദ്ദിക്കരുത് എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഛർദ്ദിക്കൊന്നുമില്ല. നിങ്ങൾ ഛർദ്ദിക്കാതെ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ തമ്മിൽ വഴക്കൂടണ്ട. ആരും ഛർദ്ദിക്കാതെ നല്ല രീതിയിൽ പോയി വന്നാൽ മതി. അപ്പൊ ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്യും. ഓക്കെ പിള്ളേരെ, എന്താ ഇവിടെ എൻജോയ് ചെയ്യുന്ന കാര്യമൊക്കെ പറയണ്ടല്ലോ? എന്താ കാര്യം? അച്ഛമ്മ വന്നുല്ലേ? എല്ലാം കേട്ടോ? ഞാൻ കേട്ടു. നിങ്ങൾ എൻജോയ് ചെയ്യണ എന്തോ കാര്യം പറയുന്നുണ്ടല്ലോ. എന്താ കാര്യം? ഞാനും കൂടി അറിയട്ടെ, എന്നോടും കൂടി പറയാം. അതൊന്നുമില്ല അച്ഛമ്മേ, ഞങ്ങൾ ടൂർ പോണ കാര്യം പറയുന്നതാ. ഓഹോ, നിങ്ങൾ ടൂർ പോവേ? ഞാനില്ലാതെ? അതൊന്ന് കാണണല്ലോ. അച്ഛമ്മയും പോരുന്നുണ്ട്. അച്ഛമ്മേനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മീനുട്ടിക്ക് എന്നോട് നല്ല സ്നേഹം എനിക്കറിയാം. അച്ഛമ്മേനൊക്കെ കൊണ്ടുപോവാം, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്ത് പ്രശ്നം? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. പൊതുവെ എല്ലാ ടൂർ പോകുമ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന അച്ഛമ്മയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന്. ഓ, ഞാനല്ലേ ഇപ്പൊ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നേ. നിങ്ങളൊക്കെ പാവങ്ങളല്ലേ. അച്ഛമ്മ കാര്യമൊന്നും വേണ്ട, ഞങ്ങൾ അച്ഛമ്മേനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കട്ടെ. നമ്മുടെ ടൂറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അച്ഛമ്മ ഒരു പണി ഒപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു.